ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഷവർമ പോളയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് കിടക്കാം. അതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ കുറച്ച് കാബേജ്, ക്യാരറ്റ്, ഒരു സീഡ് കളഞ്ഞ തക്കാളി, പിന്നെ എരിവിനാവശ്യത്തിന് ഒരു പച്ചമുളകും, പിന്നെ അല്പം ഉപ്പ്, കുരുമുളക് പൊടി ഇവയൊക്കെ ഒന്ന് ഇട്ടിട്ട് വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് മയണൈസാണ്. ഞാൻ ഇവിടെ ഒരു മുട്ടയ്ക്ക് അന്ന് മയണൈസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓപ്ഷനല്ലാന്ന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് മൊത്തത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് 3 മുട്ട ഒരു മിക്സിൻ്റെ ജാറിൽ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു അരക്കപ്പ് മൈദപ്പൊടിയും ആവശ്യത്തിന് വേണ്ട ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിലും 3 ടേബിൾ സ്പൂണും പാലും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു പഴയ പാത്രമോ പ്ലേറ്റോ വെച്ചിട്ട് അതിന് മുകളിലേക്കായിട്ടൊരു സോസ് പാനും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ബട്ടറോ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ബേസിന് വേണ്ട ബാറ്റർ മാത്രം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 30 സെക്കൻഡ് അടച്ച് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ബാറ്ററും കൂടി അതിന് മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അടിയിൽ ബാറ്റർ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഓവർ ബാറ്റർ തേച്ചും ഒഴിക്കരുത്. ഒരു പകുതിയിൽ കുറവായിട്ട് ഒഴിച്ചിട്ടൊന്ന് ജസ്റ്റ് ഇതാക്കി കൊടുത്താൽ മതി. ഇനി ബാക്കിയുള്ള ബാറ്ററും കൂടി അതിന് മുകളിലേക്കായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റേക്ക് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതാ കുക്കായി വരുന്നുണ്ട്. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ കത്തിയോ മറ്റോ വെച്ചിട്ട് ഒന്ന് കുക്കായിനോ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിടണം. നമ്മൾ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റി സ്നാക്കാണ്. കഴിച്ചാൽ പിന്നെ വിടൂല, അത്രയ്ക്ക് ടേസ്റ്റാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.